നമ്മൾ ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഒരു മല കയറാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ മാർട്ടിനടുത്തുള്ള നവസരാത എന്ന് പറയുന്ന ഒരു മൗണ്ടൈൻ റീജിയൻ. നമുക്കിവിടെ പല മൗണ്ടൈൻസ് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന എക്സാക്ട് മൗണ്ടൈൻ എന്ന് പറയുന്നത് മൗണ്ടൈൻ ലോസ് അൽമച്ചോനസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കുള്ള ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ ഈ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ പോകുന്നത്. മലയുടെ മുകളിൽ കാണുന്ന ആ രണ്ടൊന്ന് പോസ്റ്റ് അല്ലേ, എന്തൊരു മനോഹരമായ കാഴ്ച, അടിപൊളി സ്ഥലം. അങ്ങോട്ട് ആൾക്കാർ പോകുന്നുണ്ടടാ. ഇതിൻ്റെ ഇടയിൽ ആ കുന്ന് കാണാം, നല്ല പാറക്കുന്ന്. നന്മയുള്ള ലോകമേ, എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇതേ വരണം രണ്ടാൾ. മഞ്ചാടിയോ, അടിപൊളി രസമുണ്ട്. പന്നിയല്ലേ? കരളല്ല. നമ്മുടെ ഉണ്ണിയുണ്ടോ കിടന്നിട്ടും മലന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നു. അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഇതിൻ്റെ എഡിറ്റഡ് വേർഷൻ. കാട്ടുപോത്തിൻ്റെയോ? അല്ല, ഇത് അത്രയൊന്നുമില്ല, അത്ര വലുതല്ല, ചെറുതാണ്. മറ്റുള്ള മണിയടി ശബ്ദം കേട്ടാ. അമ്മോ, എന്തോരം വലിയ പശു. ഇതാണ് ആ കല്ല് തൂക്കിയിട്ട് റൗണ്ടാന. ഇൻട്രഡക്ഷൻ പറഞ്ഞത് ജസ്റ്റിനാണ്. എല്ലാവർക്കും നമസ്കാരം. നവസരാതയുടെ അടുത്തുള്ള ഒരു പുതിയ മലയിൽ വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ കുറേ കൂട്ടുകാരും, കുറേയില്ല, 4 ആൾ. നമ്മ പകുതി വഴിക്കെത്തിയിട്ട് സ്നാക്സ് കഴിച്ചുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പം അടുത്ത പ്ലാൻ മുകളിലോട്ട് കയറണോ ഹലോ അല്ല നേരെ പോകണോ? അപ്പോൾ ഒരിക്കൽ കൂടി നവസരാത മാഡ്രിഡിൽ മഞ്ഞ് പെയ്യുന്ന ഒരേ ഒരു സ്ഥലം. നമ്മുടെ ബാംഗ്ലൂരിലെ നന്ദി ഹിൽസ് പോലെയാണ് ഇവിടെ നവസരാത. മാഡ്രിഡിൽ നിന്ന് 10-70 കിലോമീറ്റർ ദൂരത്തിൽ വടക്ക് പടിഞ്ഞാറായിട്ടൊരു വലിയൊരു മലനിരയുണ്ട്. അതിലെ ഒരു വലിയൊരു കുന്നാണ് ഈ നവസരാത എന്ന് പറയുന്നത്. ഈ മുന്നിൽ പോകുന്ന 2 പച്ച ബസ്സില്ലേ, അതേപോലത്തെ ബസ്സാണ് ഇതും. ഇത് നവസരാത എന്നൊക്കെ പറഞ്ഞത് ഈ C2 സോണിലാണ് വരുന്നത്. സിറ്റീൻ്റെ ഉള്ളിലുള്ള ബസ് വേറെ ബസ്സാണ്, അത് A1 സോണാണ്. C1, C2, B1, B2 ഈ ഒരു സോണിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് പ്രത്യേകം റീചാർജ് ചെയ്യണം നമ്മുടെ ഈ സിറ്റി ബസ്സിൻ്റെ കാർഡ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കുന്നും മലയും. ഇങ്ങോട്ടിലെ ഏകദേശം ഗ്രാമങ്ങളെല്ലാം കുന്നിൻ്റെയും മലകളുടെയും ചെരുവിലാണ് ഉള്ളത്. ശരിക്ക് നവസരാത എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ കുന്നിൻ്റെ മുകളിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ഞുകാലത്ത് ഈ വിനോദസഞ്ചാരികൾക്കും അല്ലാതെ മാഡ്രിഡിലുള്ള ആൾക്കാർക്കും സ്കീയിങ്ങും സ്കേറ്റിങ്ങും എല്ലാം നടത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യം ആ ഒരു കുന്നിൻ്റെ മുകളിലുണ്ട്. അതൊരു 2 കുന്നുണ്ട് അവിടെ ഉയരമില്ലേ. ആ ഒരു കുന്നിന്ന് അതിൻ്റെ താഴേക്ക് വരാനും വേറൊരു കുന്നിൽ ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള പരിപാടികളിലും ഇല്ല സംഭവമാണ് നവസരാത എന്ന് പറയുന്ന സംഭവം. ആ ഒരു സ്ഥലത്ത് പറയുന്ന പേരാണ് പുയർത്തോ ദേ നവസരാത എന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്കീയിങ്ങും സ്കേറ്റിങ്ങും നടത്തുന്ന സ്ഥലത്ത് വലിയ 3 തൂണുകളുണ്ട്. അത് ദൂരത്തുനിന്നേ കാണാൻ പറ്റും. ആ തൂണുകൾ എന്തിനാന്ന് വെച്ചാൽ കേബിൾ കാറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള കുറേ അണക്കെട്ട് ഈ മാഡ്രിഡിന് ചുറ്റുമുണ്ട്. ഞാൻ തന്നെ കുറേ സ്ഥലത്ത് പോയപ്പോൾ ഇതുപോലെയുള്ള ചെറുതും വലിയതായിട്ടുള്ള കുറേ അണക്കെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത്രയും വലിപ്പമില്ല അണക്കെട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനൊന്നല്ല ഈ അണക്കെട്ട്, ജലസേചനത്തിന് മാത്രമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പോകുന്നത്. മുകളിലായിട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടി ബസ്സും ട്രെയിനും ഉണ്ട്. ട്രെയിൻ മുന്നേ ബുക്ക് ചെയ്യണം. അത് വേറൊരു സ്ഥലത്തേക്ക് വന്ന് അവിടുന്ന് പ്രത്യേക ട്രെയിനിലാണ് നവസരാത ഈ കുന്നിൻ്റെ മുകളിലേക്ക് തന്നെ വരാൻ പറ്റിയൊരു ട്രെയിനുള്ളത്. ബസ്സാണെങ്കിൽ നേരിട്ട് മോൺക്ലോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് സിറ്റിയിൽ നിന്ന് തന്നെ ബസ്സുണ്ട്. അത് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലെടുക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇതാണ് വന്ന റോഡ്. വലത്തുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മൊത്തം അണക്കെട്ടിൽ വെള്ളം നമുക്ക് കാണാം. നമ്മളെ നാട്ടിലില്ല അത്ര വലിയ അണക്കെട്ടിൻ്റെ അത്ര ഇല്ലെങ്കിലും
ഇതൊരു വലിയ അണക്കെട്ട് തന്നെയാണ്. ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് അണക്കെട്ടിൻ്റെ താഴെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. വന്ന ബസ് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകില്ലാന്ന് തോന്നുന്നു. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. നല്ല വിശപ്പുണ്ട്. ഹോട്ടലെങ്ങനെ നോക്കി തപ്പി എടുക്കണം. അവരോട് പോയി ഈ ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞു ഇത്ര വരെ പോകുന്നില്ല, അതിനുശേഷം പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി. അറിയാവുന്ന സ്പാനിഷിൽ ഈ ബസ്സിൽ വന്നിറങ്ങിയവരോട് നമ്മൾ ചോദിച്ചു. അവർ പറഞ്ഞു ഈ ബസ് പോവില്ല. ടാക്സിയോ? ടാക്സി ഉണ്ടോ ഇവിടെ? നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇവിടുന്ന് കാറ് പിടിച്ച് പോകാനാണ് അവർ പറഞ്ഞത്. ബസ് കയറി നമ്മളെ പറ്റിച്ചു. എന്തായാലും ഇവിടെയൊന്നും ക്യാബോ കാറോ ഒന്നും കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്തുള്ള ഏതെങ്കിലും മല കയറാൻ വേണ്ടി ഇല്ല ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ. വിശക്കുന്നുണ്ട്. അന്ന് വല്ലതും കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാം വിചാരിച്ചു. ഇതാണ് ഇവിടെ കയറിയിട്ട് എന്തും കഴിക്കാം. എടി ഇത് പന്നിയല്ലേ ഉണ്ണി? പന്നിയല്ലേ ഇത്? ആന്താടെ സാധനം? എൻ്റെ സാധനം വന്നില്ല. ഇത് എടാ ഇത് തന്നെയാണോ? ചിക്കൻ തന്നെയാണല്ലോ. പന്നിയല്ലേ? കരളല്ല. സാൽമൺ ആൻഡ് ജസ്റ്റിൻ. 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം സാധനം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതിനാണോ ഇത്ര സമയം? അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. ആ കാണുന്ന മലയുടെ പുറകിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഫാമുണ്ട് പോകുന്ന വഴിക്ക്. ഒരു വെള്ളം കെട്ടിരിക്കുന്ന ഒരു ഡാം പോലത്തെ ഒരു സ്ഥലമുണ്ട്. മലയുടെ മുകളിൽ കാണുന്ന ആ 2-3 പോസ്റ്റല്ലേ, അതാണ്. അവിടത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ട് ബസ്സിൽ. പക്ഷേ എന്ത് ചെയ്യാം, ബസ് പോയില്ല. അതാണ് മെയിനായിട്ട് സ്ഥലം. ഈ സ്കേറ്റിങ്ങും ഈ മഞ്ഞുള്ള സമയത്ത് സ്കേറ്റിങ്ങും എല്ലാം ഉണ്ടാകുന്നതും കേബിൾ കാറും എല്ലാം ഉള്ള സ്ഥലം. തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കല്ല്. റോഡ് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേ ഉണ്ടി പോകുന്നു. ജസ്റ്റിനൊക്കെ മരണം നടത്താണല്ലോ. ഇവിടെയൊക്കെ കാരവനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അരുവി നേരെയല്ലേ? നല്ല മരം. ഇവിടെ ഇറങ്ങണ്ട ജസ്റ്റ്. ഇതാണല്ലോ ആ സ്ഥലം കണ്ടേ. നമ്മൾ വരുമ്പോൾ കണ്ട ഡാമും ആ ലേക്കും. എടി ഇതെന്ത്? ഇത് നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? മല. അടിപൊളി. ചാടി വരൂടാ കാട്ടിന്നല്ലോ. എന്നാ ഉള്ള ജീവനും കൂടെ പോകും. ഇതേ വരണം രണ്ടാള്. പറയണം. നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറുന്ന ആ മലയ്ക്ക് പറയുന്ന പേരാണ് മോണ്ടെ ലോസ് ആൽമർച്ചോണസ്. ഇത് ഇവിടുത്തെ ഒരു വളരെ മനോഹരമായ ഒരു മൗണ്ടെയിനാണ്. ഓക്കെ, ഇത് അടച്ചിട്ടാണല്ലോ അല്ലേ? അല്ല, ഇവിടെ നമുക്ക് ഇത് വാഹനങ്ങളൊന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഇത് തുറന്നകത്തേക്ക് കയറാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഒരു മല കയറാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ മാർട്ടിനടുത്തുള്ള നവസരാത എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ റീജിയൻ.
നമുക്കിവിടെ പല മൗണ്ടെയിൻസ് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന എക്സാക്ട് മൗണ്ടെയിൻ എന്ന് പറയുന്നത് മൗണ്ടെയിൻ ലോസ് ആൽമോച്ചോനസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കുള്ള ട്രക്കിങ്ങിന്റെ കാഴ്ചകളാണ് നിങ്ങളെ ഈ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ജസ്റ്റിനാണ്. ചാടാണോ? ഓക്കെ, അപ്പോ സ്വാഗതം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പോകുന്ന വഴി, അതായത് ഈ നവസരാധ എന്ന് പറയുന്നത് മാഡ്രിഡ് കമ്മ്യൂണിറ്റിയിലുള്ളതാണേലും മാഡ്രിഡിൽ മഞ്ഞ് പെയ്യില്ല. പക്ഷേ തണുത്ത സമയത്ത് ഏറ്റവും ആദ്യം ഇവിടെ മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ് നവസരാധ. നമ്മളീ പോകുന്ന വഴിയെല്ലാം മഞ്ഞ് മൂടി കിടക്കും. ഒത്തിരി പേര് വന്ന് ഒത്തിരി അധികം സ്നോ ആക്ടിവിറ്റീസ്, സ്കീയിങ് അതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. വളരെ മനോഹരമായ പാറക്കെട്ടുകളും കുന്നുകളും ഒത്തിരി ഡയറി ഫാമുകളും ഒക്കെയുള്ളൊരു വളരെ മനോഹരമായ ഒരു റീജിയനാണ് ഈ നവസരാധ മൗണ്ടൻ റീജിയൻ. ഇതിനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് ഗെറ്റിംഗ് എനി വേർഡ്സ് ടു. ഇത് വല്ലാത്ത വെയിലാണല്ലോ, നടന്ന് മരിക്കൂ. അതാണ് നീ പറഞ്ഞ ഡയറി. ഹലോ ഗൈസ്, അത് നമ്മൾ ആ വന്ന വഴിക്കുണ്ടായതില്ലേ ഡാം, അതിൻ്റെ നടക്കും. നമുക്കത് അതേ ആ വഴിയായിരുന്നു പോകേണ്ടത്. ഇതിൻ്റെ നടുവിൽ ഒരു അരുവിയുണ്ട് ഒഴുകുന്നത്. നോക്കാം, ജസ്റ്റിന് ഷിൻസ് മുന്നിൽ പോയിട്ടുണ്ട്. ആ കടക്കാൻ പറ്റുമോ? ഇവിടുന്ന് നല്ല സുഖമായിട്ട് കിടക്കാം. അടിപൊളി സ്ഥലം. നമ്മുടെ ഉണ്ണിയുണ്ടോ കിടന്നിട്ടും മലന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നു. അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഇതിൻ്റെ എഡിറ്റഡ് വേർഷൻ. ഇതാണ് ആ അരുവി. അത്രയേ ഉള്ളൂ. വേനൽക്കാലം ആയതുകൊണ്ട് കുറവ്. അല്ല വീടെ, നീ പോകണോ? വീട് അങ്ങനെ വഴിയുണ്ട്, നമുക്ക് അടിച്ച് കയറി പോവാം. ഇപ്പോൾ നമ്മുടെ ഈ അരുവി മുറിച്ച് കിടന്ന് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം വഴി തെറ്റിയിട്ടാണ് വന്നത്. കിടക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂറേ ഉണ്ടാവും. പാടുണ്ടേ ഇതല്ലേ കാട്ടുപോത്തിൻ്റെയോ? അല്ല, ഇത് അത്ര ഒന്നുമില്ല, അത്ര വലുതല്ല, ചെറുതാ. എന്ത് കുഞ്ഞ്? എന്തിനു കുഞ്ഞ്? അയ്യോ, അങ്ങനെ ഇതിലെ അങ്ങ് കയറി അങ്ങ് പോവാം അല്ലേ? അതെ, ഈ റോഡ് പോകുന്നതിനെക്കാട്ടി നല്ലത് ഇതൊരു അഡ്വഞ്ചർ. അല്ല, മെയിൻ റോഡൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫാമുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഓരോ ഫാമിൻ്റെ അടുത്തുള്ള പശുക്കളായിരിക്കും ഇതൊക്കെ. മറ്റുള്ള മണിയടി ശബ്ദം കേട്ടാ. അമ്മോ, എന്തോരം വലിയ പശുവാ. ഇതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് ആ അരുവി പോകുന്നത്. ഇങ്ങനത്തെ കുറേ ബെഞ്ചും എന്തൊക്കെയുണ്ട്. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. കുറച്ചുകൂടി മുന്നിലൊരു തടാകമുണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം.
ആ റോഡിൽ കൂടെ നമുക്ക് പോകേണ്ടത്. വരാം, ഇത് കാണണ്ടേ ഡാം? ഇതെവിടെ ഇതിൻ്റെ വ്യൂ? എമർജൻസി വെഹിക്കിൾസിലുണ്ടല്ലോ. താറാവ് എല്ലായിടത്തും ഉണ്ട്. എന്താ വ്യൂ! എല്ലാ ഗൈഡൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോകേണ്ട ഇവിടെ നല്ല സ്ഥലം. ആ വഴി കാണിച്ചനുസരിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് അടിച്ച് വരാം. ഇടത്തോട്ട് പോയി എല്ലാ വ്യൂ പോയിന്റും കണ്ട് തിരിച്ച് ഇതുവഴി തന്നെ വരാമെന്നില്ല. ഇതിലാണ് ആ ബോർഡിൽ പറയുന്നത്. ജിൻസും ഉണ്ണിയും അങ്ങ് നടന്നു പോയി. ഇറങ്ങണ്ട, ചളി പിടിച്ച പോലെ. പക്ഷേ ശരിക്കും അതിൻ്റെ തോല് പൊളിഞ്ഞു പോകുന്നതാണ്. മഞ്ചാടിയോ? അടിപൊളി രസമുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ സൈക്കിള് അലോഡല്ല. നല്ല തണുപ്പുണ്ട്, തണുത്ത വായു. നമ്മൾ വയനാട്ടിലെല്ലാം പോയ പോലെ ഒരനുഭവം. ഇവിടെ വീണ്ടും ഒരു അണയുണ്ട്. ഇതൊരു ക്യാമ്പാണെന്ന് തോന്നുന്നു. ഈ ട്രക്കിംഗ് നടത്തുന്നവരൊക്കെ അവർ കുറേ അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നടക്കാം. ഉണ്ണിയും കുറേ മുന്നിലെത്തി. ഫുഡ് അടിക്കണോ? എല്ലാവർക്കും നമസ്കാരം. നവസരാതിൻ്റെ അടുത്തുള്ള ഒരു പുതിയ മലയിൽ വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ കുറേ കൂട്ടുകാരും, കുറേയല്ല, 4 ആൾ. നമ്മൾ പകുതി വഴിക്കെത്തിയിട്ട് സ്നാക്സ് കഴിച്ചുകൊണ്ട് പോകാം. ഇനിയിപ്പം അടുത്ത പ്ലാൻ മുകളിലോട്ട് കയറണോ ഹലോ അല്ല നേരെ പോകണോ? അപ്പോൾ ഒരിക്കൽ കൂടി അമ്മൂമ്മയോട് തന്നെ ചോദിക്കാം. അമ്മൂമ്മ വേണ്ട, ഇതാണ് അവൻ പറഞ്ഞ അമ്മൂമ്മ. അവർക്ക് നല്ല പയറ് പോലെ നടന്നു പോകുന്നുണ്ടോ? നമ്മളില്ല ഫുഡ് കഴിക്കുന്നത്. പോവാം, മുകളിലോട്ട് പോവാം. എടാ മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ആ, ഇതിൽ സൈക്കിളൊക്കെ പോകുന്ന ഒരു വഴി കാണുന്നുണ്ട്. മറ്റേ ജുറാസിക് പാർക്കിലൊക്കെ പോകുന്ന ഫോറസ്റ്റ് വരെ കാടാണെല്ലാം വെച്ച് പോവാം. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി ചുറ്റി വരാൻ സമയം ഉണ്ടാവും, അറിയില്ല. 10:30 അങ്ങനെ ബസ്. ഇപ്പോൾ 4 മണിക്കൂറുണ്ട്, പക്ഷെ അറിയില്ല നടന്നാടെ എത്തുമില്ല കാര്യം. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആർക്കും കുത്തര കയറാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഈ വഴിക്ക് തന്നെ പോവാം. നമ്മുടെ കയ്യിൽ നമ്മൾ ട്രക്കിംഗ് കിറ്റ് എടുക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പെട്ടെന്നൊരു പ്ലാനിങ് ആയിട്ട് നമ്മുടെ കിറ്റൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം വരുമ്പം ഗിരീഷ് തൻ്റെ ബ്ലോഗിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും എങ്ങനെയാണ് കിറ്റ് എന്തൊക്കെ ഉൾപ്പെടുത്തണം. ആ ഡീറ്റെയിൽസൊക്കെ നെക്സ്റ്റ് വീക്കിലെ വ്ളോഗിൽ വേണ്ടി കാണാം. ശരിയാ, മണക്കാടാ കേട്ടോ. ചെറിയ പിള്ളേർ വരെ കാട്ടൊക്കെ നടന്ന് വരുന്നതാ. കണ്ടു പഠിക്ക്, ചെറിയ പിള്ളേരൊക്കെ വരുന്നോ. എന്താ ഒരു പീക്ക്, അതിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല, കയറിയാൽ മരിക്കും. അതെല്ലാം നമുക്ക് മുന്നോട്ട് പോവാം. ഇതാ പാർക്കിൻ്റെ ഇതിൽ കയറാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതാ അഡ്വഞ്ചറസ് പാർക്കിൻ്റെ ഇതാ. ഇതാ സെയിം അരുവിയാ. ഇതിലെങ്ങനെ കയറി നടന്ന് മുകളിലോട്ട് താഴോട്ട് ഇറങ്ങാം. 2 മണിക്കൂർ 1.25 മണിക്കൂർ 8.25 ജസ്റ്റിനെ നമുക്ക് നേരെ അത് അങ്ങോട്ട് കടന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം.
ആ ആ ഇരിക്കാം. ആ എന്തൊരു മനോഹരമായ കാഴ്ച. അടിപൊളി സ്ഥലം. അത് ശരിയാണല്ലോ. ഫുഡ് കഴിക്കണ്ടായിരുന്നു. കുറച്ച് സമയം ഇരിക്കുന്നല്ലേ. മീനുണ്ടോ? ഓ പിന്നെ അത് മറ്റേ തവളേൻ്റെ ഇതായിരിക്കും. കുടിച്ചോ? കുറച്ചൊന്ന് വിശ്രമിക്കാറില്ല. ജസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കഴിവുകൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഷിൻസൊക്കെ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു. നീ എന്താ ചെയ്യുന്നേ? എഡിറ്റ് ചെയ്യുന്നു. ഇതിന് വലിയ സ്ഥലമുണ്ടോ എഡിറ്റ് ചെയ്യാൻ? സോക്സ് ഇടേ? ആ അങ്ങോട്ട് പോവാം. നല്ലൊരു സ്ഥലം. അങ്ങോട്ട് ആൾക്കാർ പോകുന്നുണ്ടടാ. അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകാൻ വേറെ സ്ഥലത്തേക്ക്. നല്ലൊരു സ്ഥലം. അത്ര തണുപ്പുണ്ട്. നമ്മളൊന്ന് കുറച്ച് മുകളിലോട്ടൊന്ന് കയറി പോയിട്ട് തിരിച്ചിറങ്ങാം. നമ്മൾ പോകുമ്പോഴാണല്ലോ ആൾക്കാർ വരുന്നത്. ഇങ്ങോട്ട് നല്ല വഴിയുണ്ട്. എവിടെ പോയാലും വഴിയുണ്ട്. ഇത് നോക്കി. ഒരു വെള്ളച്ചാട്ടം നല്ല റീഫ്രഷിങ് ആയിരുന്നു. കുറേ സമയം അവിടെ ഇരുന്നു, വെള്ളം കുടിച്ച് സ്നാക്സ് കഴിച്ചു. നല്ല തണുത്ത വെള്ളം. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ ബിടായി വിട്ടു. ഇതിൻ്റെ ഇടയിൽ ആ കുന്ന് കാണാം, നല്ല പാറക്കുന്ന്. ശരിക്കും ഇതിങ്ങനെ കയറി, ഇതൊരു വലിയ കുന്നാ. ഇത് നടന്ന് കയറാൻ പറ്റില്ല. നടന്ന് കയറി കഴിഞ്ഞാലാണ് നവസരാധ. നേരത്തെ ആ 3 പോസ്റ്റ് കാണിച്ചില്ലേ, വലിയൊരു സ്തൂപം, ചുവന്നതും വെള്ളിയും അടിച്ച അത്. എന്താ മരം, പൈൻ മരങ്ങൾ. ഇതിന് കാറ്റടിക്കുമ്പോൾ പ്രത്യേക ഒച്ച വരുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ കാറ്റാടിയിലൊക്കെ ഒച്ച വരുന്ന പോലെ. വാ ഓക്കെ. ഇത് വിശ്വസിക്കോ, സമയം 7:15. ഇതൊരു നമ്മളെ നാട്ടിലൊക്കെ ഒരു 5 മണിയുടെ ഫീല്. മരങ്ങൾ
ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഇത് മാഡ്രിഡ് കമ്മ്യൂണിറ്റി തന്നെ C2 സോൺ. ബസ്സിന് വരാൻ പറ്റും, അവിടെ സിറ്റി ബസ്സിന് തന്നെ വരാൻ പറ്റും. C2 സോണിലല്ലേ. നല്ല സ്ഥലം. വനാന്തരങ്ങളിലൂടെ ഒരു മനോഹര യാത്ര. ഉണ്ണിക്കനപ്പൻ വീഡിയോ എടുപ്പാണല്ലോ. ഉണ്ണി കനപ്പൻ വീഡിയോ എടുപ്പാണല്ലോ എന്ന് പറഞ്ഞേ. നോക്കിയ എന്തോ ഒരു ഭംഗി. നമ്മളിപ്പോൾ മുകളിലോട്ട് കയറുന്നില്ല, തിരിച്ച് U-ടേൺ അടിച്ച് ആ ഡാമിൻ്റെ അവസ്ഥയ്ക്ക് പോവാണ്. ഇത് ശരിക്കും ഇറക്കാണ്. നമ്മൾ നേരത്തെ കണ്ട അരുവിയത താഴെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നേരി വഴിയാണല്ലോ. ഇതിനകത്ത് ടെൻ്റ് അടിക്കാൻ പറ്റുമോ? ആ പിന്നെ നമ്മ വരുന്ന വഴിക്ക് കുറേ ഇത് കണ്ടില്ലേ, അവരൊക്കെ ഇതാ പരിപാടി. മരത്തിന്റെ മുകളിൽ കാണാറുണ്ട് വീട്. എന്താടാ അവര് മനസ്സിലായിട്ടുണ്ടാവും. വിളി കേട്ടിട്ട് അവർക്ക് മനസ്സിലായി ഇതേതോ മലയാളിയാണെന്ന്, മലയാളി പട്ടിയാണെന്ന്. ഭാഷ മനസ്സിലാവുന്നില്ല. ആ വെയിലത്ത് ഒരു പൂ കൊള്ളാം. ഇത് ശല്യമായാലോ ഇത് ഇത് പറത്താൻ വേണ്ടിയാണേ. ഷിൻസ ഞാൻ പറയുമ്പോൾ ഇത് ഊന്നണേ. ജസ്റ്റ് അങ്ങനെ നടന്നു പോയോ? ആ എൻ്റെ മുന്നിലുണ്ട്. ഇത് ക്രോസ് ചെയ്താൽ മതി. ഇത് ക്രോസ് ചെയ്ത് അങ്ങനെ പോവാം. ഇത് സൂക്ഷിച്ചിറങ്ങണേ. ആ ഇതിങ്ങനെ കടന്നു പോയി നമ്മൾ അണക്കെട്ടിൻ്റെ അവിടെ എത്തും. അവൻ പോകുന്നു, കൂളായി പോവാം. ഏതിലെ വഴിയുണ്ടോ? ആ അവനെത്തി. Hey guys, നീ ഈ വെള്ളം കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ. പതാ ഇതുവഴി അങ്ങനെ ആയിട്ടങ്ങ് പോവാം.
ഇത് കണ്ടോ? ആണ് ട്രക്കിങ്. അതിന് മാത്രം ഇല്ലെന്നോ? എടാ ഞാൻ ഊർന്ന് തന്നെ വീഡിയോ എടുത്തായിരുന്നോ? ആ നന്മയുള്ള ലോകമേ. എന്തിൻ്റെ ആവശ്യമുണ്ട്? എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇത് എന്ത് മനസ്സുഖം? സെറ്റായി. നമ്മളിത് കാണാൻ പോകുന്നതാണ് സംഗമം. 2 അരുവികളുടെ സംഗമം. നീ കണ്ടോടാ? അരുവികളുടെ സംഗമം. ഇതാണ് ആ സംഗമം, സംഗമഭൂമി. വാഴപ്പഴം കൊണ്ടുപോവാ. അവിടെ ഇരിക്കാൻ പഴമില്ല. പഴം കിടന്നു വിളിക്കാനോ? നല്ല പൂള്. നല്ലൊരു പൂളായിരുന്നു. പഴം എടുക്കും. ഞാൻ മറത്തിരിക്കണം. പഴം തേനാതാ. എറിയില്ലേ വരട്ടെ. ഇത് കനാലാണ്. ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആ ഡാം കടന്ന് നമുക്ക് പോവാം. ഡാം കടന്ന് അങ്ങ് പോവാം. അത് അണക്കെട്ട്. തൊപ്പി എടുക്കണേ. ഇത് നമ്മളെ ഡാം എത്തിയല്ലോ. എടാ അത് നോക്കിയടാ, ആ മരത്തിൻ്റെ അതിനെല്ലാം വെയിലടിച്ചിട്ട്. എന്ത് എന്താ പറഞ്ഞ? കൊടൈക്കനാലിലൊക്കെ ഇല്ല പോലെ. ഗ്രാസിയാസ് അവരെ പേടിപ്പിച്ചു. ഇത് കാട്ടു തറവാ. നമ്മളൊന്നും കണ്ടില്ലേ? നമ്മുടെ നാട്ടിലില്ല അതേ ഇത്. നീന്തി പോകുന്നു. എന്താ ഒരു കാഴ്ച!
നല്ല ഒരു കാഴ്ച. ഇവിടെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ സാധനങ്ങൾ വെക്കാനൊക്കെ സ്ഥലങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതിനാണ്. ഉയ്യോ, ഇതാണ് വഴി. നമ്മൾ നേരത്തെ പോയ വഴി. അത്രേ ഉള്ളൂ, നമ്മളിനി തിരിച്ചിറങ്ങുവാണ്. ഈ സന്ധ്യയുടെയും മലഞ്ചെരുവിൻ്റെ ഒക്കെ കാഴ്ച കാണാൻ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാർ എവിടെയാണ് പോയതെന്ന് ഒരു പിടുത്തമില്ല. ചിലപ്പോൾ ഇവരെല്ലാം ഒരു ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഗായ്സ്, അപ്പോൾ ഗായ്സ് എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റിനെ? ഉള്ളിലേക്ക് വരും. ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമുക്കൊരു ഏരിയ മാത്രമേ കവർ ചെയ്യാൻ പറ്റിയുള്ളൂ, ഫുള്ളി കവർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നെക്സ്റ്റ് ടൈം വിത്ത് ഗിയേഴ്സ്. യെസ്, അത് കഴിഞ്ഞുള്ള വണ്ടി ഏറ്റവും വരും. നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റി അത് യൂട്യൂബിൽ ആൾക്കാർ കാണുന്നു. നിന്നോടൊരു ബായ് പറയാൻ പറ്റും, നീ പറഞ്ഞില്ലല്ലോ. അഭിനയിക്കണമെങ്കിൽ ഉണ്ടല്ലോ. എല്ലാവരും നടന്ന് ക്ഷീണം വന്നു. ഇത് നല്ല ഇറക്കാന്നല്ലേ, നമുക്ക് മനസ്സിലാവുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. നല്ല റോഡ്. വലിഞ്ഞു കയറി ചെല്ലുമല്ലോ, വലിഞ്ഞു കയറി ചെല്ലുമല്ലോ. നാളെ യൂട്യൂബിൽ വരുമ്പോൾ ഈ പാട്ടോ പറയടാ, അഭിപ്രായം പറയടാ, എങ്ങനെ ഉണ്ടായിരുന്നു നടത്തം? അടിപൊളിയായിരുന്നു, അടിപൊളി ട്രിപ്പായിരുന്നു. ഇനി പുറകോട്ട് നടക്കില്ല. ഉണ്ടായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല, ചന്ദ്രനില്ല, ഒരിക്കലും ഇല്ല. നല്ല രസമുണ്ട്. ചന്ദ്രന് ഒരു കുഞ്ഞു മേഘവും. ഇനി ഇവിടുന്ന് നമുക്ക് 2.5 കിലോമീറ്റർ പോകാനുണ്ട്. വണ്ടിയൊന്നുമില്ല, നമ്മുടെ പ്രൈവറ്റ് കാറ് മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂർ നടന്ന് ബസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ നടന്നു. നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ ആ പശുവൊക്കെ ഉണ്ടായ സ്ഥലത്തെത്തി. എല്ലാം ഇവിടെ തണലായി. പോകുമ്പോൾ നല്ല വെയിലുണ്ടായി, നല്ല ക്ഷീണമുണ്ടായി. പശുക്കൾ ഇങ്ങോട്ട് കയറി കേട്ടോ, ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് പശുക്കളെല്ലാം. ഇതിൽ തന്നെ പോയാൽ മതി. ഈ മെയിൻ റോഡ് അങ്ങ് പോയിട്ട് ഒരു ലെഫ്റ്റിലേക്ക് പോകാനുണ്ട്, അതുവഴി പോവാം. നമ്മൾ ഇതുവഴി ശരിക്കും നമ്മൾ വന്നത്. ശരിയാ, രണ്ട് മല കയറിയാണ് നമ്മൾ എത്തിയത്. ആ അതേമാതിരി ഈജിപ്തിലെ മറ്റേ ഇതുപോലെ ഉണ്ടല്ലോ അതിൻ്റെ ഇത് കാണുമ്പോൾ. എന്താ അത്, കൊമ്പ് കണ്ട. ഇനിയും ചന്തുവിന് ജീവിതം ബാക്കി നടന്നു തീർക്കാൻ. അതേതാ സ്ഥലം ഇത് ദൂരെ കാണുന്നത്? അയ്യോ, സെഗോവിയ അല്ല. നമുക്കുള്ള ബസ് വരുന്നുണ്ട്, ഡാം കയറിയിട്ടുണ്ട്. അത് തിരിച്ചു പോന്നതാ, അത്. ഇങ്ങോട്ട് വരുമല്ലോ. അല്ല, നിനക്ക് ഇതൊക്കെ വായിക്കാൻ അറിയാം അല്ലേ? ഇതാണ് ആ ബിൽഡിങ് നമ്മൾ നേരത്തെ അവിടെ കണ്ട, ദൂരത്ത് കണ്ട പണിതീരാത്ത ബിൽഡിങ്. എന്ത് പക്ഷെ എന്നിട്ട് കറക്റ്റ് സ്ഥലത്താണ് കൊണ്ടുവച്ചേക്കുന്നത്, ആൾ നുഴഞ്ഞു കയറി പോകുന്ന സ്ഥലത്ത്. എന്തു വലുതല്ലേ. കലാവിരുതുകളുണ്ടോ? SFI എഴുതി വെച്ചേക്കുന്നത്. അതിക്രമിച്ച് കയറി പണിതായിരിക്കും കാട്.
ഇലക്ട്രിസിറ്റി ഒന്നുമല്ല. ഇതെവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണെന്ന്. ഡെമോളിഷൻ ഡെൽ കംപ്ലേഹോ ദേല പൊളിച്ചു മാറ്റാൻ വേണ്ടി വെച്ചതാണ്. ആ കേട്ടോ, ഇത് റോഡ് വളഞ്ഞു വരുന്ന തന്നെ. നല്ല പോലെ നടന്ന് നമ്മൾ റോഡിലെത്തി. അങ്ങോട്ട് തന്നെ നടന്നു. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിറങ്ങിയ ബസ് സ്റ്റോപ്പ്. ചെറിയ വിശപ്പും താക്കമൊക്കെ ഉണ്ട്. ചായയോ കാപ്പിയോ എന്തെങ്കിലും പിടിക്കാം. ആ ദൂരെ കാണുന്നതാണ് ആ കല്ല് തൂക്കിയിട്ട റൗണ്ടാന. അവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് പോകാം. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇതാണ് ആ കല്ല് തൂക്കിയിട്ട റൗണ്ടാന. നമ്മൾ ഇതിന് താഴോട്ട് പോയി അവിടെ ബസ് ഇറങ്ങി പിന്നെ നടന്ന് പോയി ഇതുവഴി അങ്ങ് കയറിപ്പോയി. ഒരു കാപ്പി എന്തായാലും വേണം അല്ല ഷിൻസേ? ഇല്ലെങ്കിൽ എന്താ പാർസലോ? വെള്ളമെല്ലാം തീരും. പക്ഷെ നമ്മൾ താഴെ എത്തി. ഹോട്ടലിലേക്ക് നടന്നു പോകണം.